ബി നോട്ട് വാഴ, ബി ലൈക്ക് സ്മാർട്ട്. നമ്മൾ വാഴയാവാൻ പാടില്ല, സ്മാർട്ട് ആയിരിക്കണം. സോണ പരീക്ഷ നമുക്ക് സെറ്റ് ആക്കണം. ബേസിക് സയൻസിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻറ്റിസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ സെൽ ബയോളജി. സെൽ ബയോളജിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ, സയൻറ്റിസ്റ്റുകൾ, അവരുടെ കണ്ടെത്തലുകൾ, അവരെന്ത് കണ്ടെത്തി, നോക്കാം. സെൽ ഈസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സെല്ല് കണ്ടെത്തിയത്, കോശം കണ്ടെത്തിയത് അത് റോബർട്ട് ഹുക്കാണ്. ആരാണ്? റോബർട്ട് ഹുക്ക്. സെല്ല് കണ്ടെത്തിയത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും, 1 മാർക്കിന് ചോദിക്കും. ആരാണ് കോശം കണ്ടെത്തിയത്? ഹു ഫൗണ്ടഡ് അല്ലെങ്കിൽ ഹു ഡിസ്കവേർഡ് സെല്ല്? നമ്മൾ അടിവരയിട്ട് പറയണം റോബർട്ട് ഹുക്ക്. ഒരു ഹുക്കാണ് കണ്ടെത്തിയത്. ഹുക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു സെല്ലെന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ സെല്ലിൻ്റെ നടുവിൽ ഒരു ഉണ്ട ഉണ്ടാവില്ലേ? ആ ഉണ്ടയെ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയസ്. എന്താണ് പേര്? ന്യൂക്ലിയസ്. സെല്ല് കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക് ആണെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര്? അതാണ് നമ്മൾ അടുത്തത് പഠിക്കേണ്ടത്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. എന്താണ് പേര്? റോബർട്ട് ബ്രൗൺ. ഒരു ന്യൂ മീൻസ് ന്യൂക്ലിയസ്, ബ്രോ മീൻസ് ബ്രൗൺ. ഒരു ന്യൂ ബ്രോയാണ് എന്ത് കണ്ടെത്തിയത്? ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ന്യൂ മീൻസ് ന്യൂക്ലിയസ് കണ്ടെത്തിയത് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ. ഓക്കെ അല്ലേ? അപ്പോൾ അത് കണക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പൊതുവെ സെല്ലിനെ നമ്മൾക്ക് എന്തായി തരംതിരിക്കാം? 2 ആയി തരംതിരിക്കാം. 1 അനിമൽ സെൽ, 2 പ്ലാന്റ് സെൽ. 1 ജന്തുകോശം, 2 സസ്യകോശം. അങ്ങനെയെങ്കിൽ അനിമൽ സെല്ല് ആര് കണ്ടെത്തി? പ്ലാന്റ് സെല്ല് ആര് കണ്ടെത്തി? ആദ്യം നമുക്ക് പ്ലാന്റ് സെല്ല് പഠിക്കാം. കാരണം പ്ലാന്റ്സ് ആണല്ലോ നമ്മളെ മെയിൻ. ഓക്കെ, ഫുഡ് ഓലാണല്ലോ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത്, പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ല് കൊണ്ടാണ്. അല്ലെങ്കിൽ പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത് എം ജെ സ്ലൈഡൻ ആണ്. സ്ലൈഡൻ. പ്ലാന്റ് ലായ് ഉണ്ടോ? സ്ലൈഡൻ ലായ് ഉണ്ടോ? ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? ആ രീതിയിൽ കണക്ട് ചെയ്യുക. പ്ലാന്റ് സെല്ല് ലാ, സ്ലൈഡൻ ലാ, എം ജെ സ്ലൈഡൻ പ്ലാൻ ലാ. ആ ഒരു സാധനം വരുന്നില്ലേ? അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്യട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ജന്തുകോശം, അനിമൽ സെല്ല് ആര് കണ്ടെത്തി? അനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അനിമൽ സെല്ല് കണ്ടെത്തിയത് ആരാ? അത് തിയോഡർ ഷോൺ. ജന്തുഷോൻ എന്നാണ് ഇവൻ്റെ ടൈറ്റ് പേര്. ഇവൻ്റെ ഇരട്ടപ്പേര് ജന്തുഷോൻ. കാരണം ജന്തുകോശം കണ്ടെത്തിയത് ഇവനാണ്. ജന്തുകോശം അല്ലെങ്കിൽ അനിമൽ സെല്ല് കണ്ടെത്തിയത് തിയോഡർ ഷോൻ. ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ ഷോൻ്റെ സ്പെല്ലിങ് ഒരു വൃത്തികെട്ട സ്പെല്ലിംഗ് ആണ്. SCHWANN എന്നൊക്കെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. കാരണം അത് എനിക്കും എപ്പോഴും തെറ്റലുണ്ട്. അപ്പോൾ അതെന്ത് ഒരു വൃത്തികെട്ട സ്പെല്ലിംഗ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഇനി അടുത്തത് ലാസ്റ്റ് സയൻറ്റിസ്റ്റ്. അയാളുടെ പേരാണ് റുഡോൾഫ് വിർഷോ. അയാൾ എന്ത് കണ്ടെത്തി എന്നറിയോ? അയാൾ ഇങ്ങനെ ഏതെങ്കിലും സെല്ലല്ല കണ്ടെത്തിയത്. അയാൾ ആ കണ്ടെത്തിയ സെല്ലുകളെ നിരീക്ഷിച്ചിട്ട് അയാൾ കണ്ടെത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ അയാൾ എന്താ നിരീക്ഷിച്ചത്? ഒബ്സേർവ്ഡ് ഡിവൈഡിങ് സെൽസ്. ഓരോ സെൽസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് ചെയ്തത്? അല്ലെങ്കിൽ ഓരോ സെൽസും വിഭജിക്കുന്നത്, കോശം വിഭജിക്കുന്നത്, സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് അയാൾ നിരീക്ഷിച്ചു. അങ്ങനെ അയാൾ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്നറിയോ? A new cell arrives only from pre-existing cell. ഒരു പുതിയൊരു കോശം ഉണ്ടാകുന്നത് പഴയൊരു കോശത്തിൽ നിന്ന് മാത്രമാണ്. നിലവിലുള്ള ഒരു കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയൊരു കോശം ഉണ്ടാവുകയുള്ളൂ എന്ന് ആര് കണ്ടെത്തി? റുഡോൾഫ് വിർഷോ. അതൊരു വലിയ കണ്ടെത്തലാണ് അല്ലേ? അതായത് പുതിയൊരു സാധനം പഴയൊരു സാധനത്തിൽ നിന്നാണ് ഉണ്ടാവുക, സ്വാഭാവികം. അതിനിപ്പോൾ വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷേ എന്ന് വെച്ചാൽ ഇത് അന്ധകാലഘട്ടത്തിൽ ഏതൊക്കെയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മൂപ്പര് ഇത് കണ്ടെത്തിയത്. അപ്പോൾ പുള്ളിക്കാരൻ എന്താണ്? ഭയങ്കര സംഭവമാണ്. സോ റുഡോൾഫ് വിർഷോ കണ്ടെത്തിയത് ന്യൂ സെൽ അറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഒരു പുതിയ സെല്ല് ഉണ്ടാവുന്നത് പഴയൊരു സെല്ലിൽ നിന്നാണ്. സോ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്, ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ, സസ്യകോശമാണെങ്കിൽ പ്ലാന്റ് സെല്ലാണെങ്കിൽ ആരാണ് കണ്ടെത്തിയത്? MJ സ്ലൈഡൻ. അനിമൽ സെല്ലാണെങ്കിൽ തിയോഡർ ഷോൺ. പിന്നെ റുഡോൾഫ് വിർഷോ. അയാൾ എന്ത് കണ്ടെത്തി? എ ന്യൂ സെൽ അറൈസ് ഫ്രം ഓൺലി പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അപ്പോൾ ഇതെന്ത് ചെയ്യണം? വൃത്തിക്ക് പഠിക്കണം. ഇതിൽ 1 മാർക്ക് പോലും നമുക്ക് പോകാൻ പാടില്ല. പരീക്ഷയ്ക്ക് ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ പരീക്ഷയ്ക്ക് ഷുവർ ഷോട്ടായിട്ട് ചോദിക്കും. സോ ഇതെന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മളെ മോട്ടോ ബി നോട്ട് വാഴ, ബി ലൈക്ക് സ്മാർട്ട്. ഓക്കെ, ഗുഡ് ബൈ.